വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് എസ്നീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ആയിരുന്നു ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ എന്ന രസകരമായ ഒരു പോർഷനിലോട്ടാണ് നമ്മൾ നീങ്ങുന്നത്. ലെറ്റ്സ് ഗോ. ചാപ്റ്റർ പേജ് നമ്പർ 38. ആദ്യം നമുക്ക് കാണിക്കുന്ന ചിത്രം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള പാരറ്റിൻ്റെ പേരാണ്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തു നിൽക്കുക, കാത്തിരിക്കുക എന്ന് പറയും. ഫോർ ഹെർ ചിക്സ്, തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പോളി എന്ന് പറഞ്ഞ പാരറ്റ്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? നമ്മുടെ പാരറ്റ് പോളി ആരേക്കാണ് വെൻ വിൽ എപ്പോൾ ആയിരിക്കും മൈ ചിക്സ് എൻ്റെ കുഞ്ഞുങ്ങൾ കംസ് ഔട്ട് പുറത്തു വരിക. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ കൂട്ടുകാർ എവിടെയാണ്? ഇതാണ് എക്സ്പ്ലനേഷൻ രീതിയിൽ വായിക്കുകയാണെങ്കിൽ. ഞാൻ വായിക്കും, ഇംഗ്ലീഷാണ്, കൂടെ വായിക്കണം. എൻ്റെ കൂടെ വായിച്ചോളൂ. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹെർ ചിക്സ്. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? വെൻ വിൽ മൈ ചിക്സ് കംസ് ഔട്ട്? അടുത്ത് നോക്കാം. പോളി ആർ ദ ചിക്സ് ഔട്ട്? നോ, ഐ ആം വെയിറ്റിംഗ്. നമ്മുടെ ആനയും മുയലും താറാവും പോളി എന്ന് പറഞ്ഞ തത്തമ്മനോട് ചോദിക്കുകയാണ്, പോളി ആർ ദ ചിക്സ് ഔട്ട്? കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ? ആർ ദ ചിക്സ് ഔട്ട്? കുഞ്ഞുങ്ങൾ പുറത്തു വന്നോ എന്നാണ് ചോദിക്കുന്നത്. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ എന്നർത്ഥമാണ്. ചിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരറ്റിൻ്റെ ചെറുതിന് പറയുന്നതാണ് ചിക്സ്. ഓക്കെ. നോ, ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ എന്താണ് പാരറ്റ് പറയുന്നത്? പോളി പാരറ്റ് പറയുന്നത് എന്താണ്? നോ അല്ല, ഐ ആം വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക. ഇതിൻ്റെ കൂടെ വായിച്ചോളൂ. പോളി ആർ ദ ചിക്സ് ഔട്ട്. പോളി ആർ ദ ചിക്സ് ഔട്ട്. നെക്സ്റ്റ്. നോ ഐ ആം വെയിറ്റിംഗ്. നോ ഐ ആം വെയിറ്റിംഗ്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദർ? അതുകൊണ്ട് ഓള് കാത്തിരിക്കുന്നത് കൊണ്ട് ഓളെ ഫ്രണ്ട്സായിട്ടുള്ള നമ്മുടെ ആന, മുയൽ, താറാവ്, ഇംഗ്ലീഷിൽ പറയും മക്കളെ എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക്. നെക്സ്റ്റ് നോക്കാം. ദീസ് ആർ പോളീസ് എഗ്. ഈ കാണുന്നത് പോളിയുടെ മുട്ടകളാണ്. എഗ്സ് എന്ന് പറഞ്ഞാൽ മുട്ട. ദീസ് ആർ പോളീസ് എഗ്സ്. അതിൽ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കുഞ്ഞ് പറയാണ്, ഐ ആം ഔട്ട്, ഞാൻ പുറത്ത് വന്നു. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പോൾ ആദ്യത്തെ ലിറ്റിൽ പാരറ്റ് പുറത്തു വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ്, ചെറിയ തത്ത കുഞ്ഞ് പുറത്തു വന്നു. ഇതിൻ്റെ കൂടെ വായിച്ചോളൂ. ദീസ് ആർ പോളീസ് എഗ്സ്. ദീസ് ആർ പോളീസ് എഗ്സ്. I am out. I am out. The first little parrot comes out. The first little parrot comes out. The second little parrot comes out. ഇതിൽ ചെറിയ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എഗ്സ് എന്ന് പറഞ്ഞാൽ മുട്ട, ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു വരിക. ഇവിടെ നമുക്ക് അർത്ഥമാക്കാം വിരിഞ്ഞു എന്ന് അർത്ഥവും വരുന്നുണ്ട്. ദ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ പാരറ്റ്. ലിറ്റിൽ പാരറ്റ് ചെറിയ തത്തമ്മ കുഞ്ഞ് പുറത്തു വന്നു. ഓക്കെ. ദ നെക്സ്റ്റ്. ഐ ആം ഔട്ട് ടു. അങ്ങനെ അവസാനത്തെ കുഞ്ഞും വിരിഞ്ഞു. ഐ ആം, ഞാനും പുറത്തു വന്നു, ഞാനും പുറത്തു വന്നു. ഐ ആം ഔട്ട് ടു. ഐ ആം out too. The third little parrot comes out. Now there are 3 parrots.
അങ്ങനെ അവസാനത്തെ മൂന്നാമത്തെ ചെറിയ തത്തമ്മ കുഞ്ഞും പുറത്തു വന്നു. ഇപ്പോൾ 3 തത്തമ്മ ഉണ്ട്. അപ്പം കൂടെ വായിക്കുക. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് comes out. The third little parrot comes out. Now there are 3 parrots. Now എന്ന് പറഞ്ഞാൽ ഈ സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ പോളി തൻ്റെ കുഞ്ഞുങ്ങളെ കാണാണ്. One little parrot comes out. The second little parrot comes out. The third little parrot open their ഐസ്. അപ്പോൾ എന്താണ്, ഒന്നുകൂടി വായിക്കുകയാണ്. ഈ ചിത്രത്തിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്, ഞാനതിൽ നോക്കി വായിച്ചതല്ല. സോ എൻ്റെ കൂടെ വായിച്ചോളൂ. 1 little parrot comes out first. The second little parrot comes out first. The third little parrot opens their eyes. അപ്പം അതൊരു പാട്ട് രീതിയിൽ നമുക്ക് വായിക്കാം. എങ്കിലും ഇതൊരു സ്റ്റോറി ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ചു പോകുന്നത്. സോ നോക്കാം, എൻ്റെ കൂടെ വായിച്ചോളി. 1 little parrot comes out first. 1 little parrot comes out first. The second little parrot comes out next. Next എന്ന് പറഞ്ഞാൽ അടുത്തത്. കൂടെ വായിക്കുക. The second little parrot comes out next. The third little parrot open their eyes. The third little parrots open their eyes. The third little parrot open their eyes. അപ്പോൾ ഇതിൽ അറിയാത്ത അർത്ഥം ഒന്ന് നെക്സ്റ്റ് ആയിരിക്കും. അപ്പം സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മുടെ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് വന്നു. ആദ്യം പറയുന്നത് 1 little parrot comes out first. അപ്പോൾ ആദ്യം ചെറിയ ഒരു പാരറ്റ് പുറത്ത് വന്നു. പിന്നെ അടുത്തത്, അതാണ് നെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്, രണ്ടാമത്തെ പാരറ്റും വന്നു. മൂന്നാമത്തെ പാരറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക. ദെയർ ഐസ്, എന്ത്, കണ്ണുകൾ. ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണ്. നെക്സ്റ്റ്. അപ്പം ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താണ് ഇവിടെ. പോളി പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അങ്ങനെ 3 ആളുകളുടെയും പേരിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ നോക്ക് മക്കളെ. I am Jill. I am Jill. ഞാൻ ജിൽ. രണ്ടാമത്തെ കുട്ടി എന്താ പറയുന്നത് നോക്കാം. I am Dill. ഞാൻ ഡിൽ എന്നാണ് പറഞ്ഞത്. My name is Rill. എൻ്റെ പേര് റിൽ. അങ്ങനെ പോളി പാരറ്റിൻ്റെ 3 കുഞ്ഞുങ്ങളെ പേരാണ് എന്താ? ജിൽ, ഡിൽ, റിൽ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ജില്ലിന് എങ്ങനെയുള്ള ബിഗ് ബീക്കാണ്. കണ്ടോ മക്കളെ, എങ്ങനത്തെ ബീക്കാണ്? ബിഗ് ബീക്കാണ്. നെക്സ്റ്റ്. ഡിൽ ഹാസ് ലോങ് എഗ്സ്. ഡില്ലിന് നമ്മൾ ഒന്നാമത്തെ വെച്ച് നോക്കുമ്പോൾ ഡില്ലിന് എന്തുണ്ട്? ലോങ് ലെഗ്സ് ഉണ്ട്. റിൽ ഹാസ് റെഡ് റിങ്. റില്ലിന് എന്തുണ്ട്? റെഡ് റിങ് ഉണ്ട്. റെഡ് റിങ് കണ്ടോ നിങ്ങൾ? യെസ്, അതിൻ്റെ നെക്കിലൊരു റെഡ് റിങ് ഉണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. സോ കൂടെ വായിക്കുക. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. റിൽ ഹാസ് എ റെഡ് റിങ്. ഒന്നുകൂടെ. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. റിൽ ഹാസ് എ റെഡ് റിങ്. ജിൽ ഹാസ് ഉണ്ട്. എന്ത്? എ ബിഗ് ബീക്ക്. വലിയ ഒരു ബീക്ക് ഉണ്ട്. ഓക്കെ. ഡിൽ ഹാസ് ലോങ് ലെഗ്സ്. ഡില്ലിന് നീളമുള്ള ലെഗ്സ്, കാലുകളുണ്ട്. ബീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അവരുടെ ബീക്ക്, ചുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് പകരം ബേർഡ്സിനുള്ളൊരു ഫീച്ചറാണത്. നെക്സ്റ്റ്. റിൽ ഹാസ് എ റെഡ് റിങ്. റില്ലിന് എന്തുണ്ട്? ഒരു റെഡ് റിങ് അതിൻ്റെ കഴുത്തിൽ ഉണ്ട്, നെക്കിലുണ്ട് അല്ലേ. നെക്സ്റ്റ്. സോ നമ്മുടെ പാരറ്റ്സിനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. 1, 2, 3. ജിൽ, ഡിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പം വായിക്കുക. 1, 2, 3. ജിൽ, ഡിൽ ആൻഡ് റിൽ
ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. ഒന്നുകൂടെ 1 2 3 ജിൽ ഡിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 1 2 3 1 2 3 ജിൽ ഡിൽ റിൽ നമ്മളെ പോളി പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളുടെ പേരാണ്. ഫ്ലൈ ആൻഡ് ഫ്ലൈ പറന്ന് പറന്ന് അപ്പ് ഇൻ ദ സ്കൈ എന്താണ്? ആകാശത്തിൽ പറക്കാണ്. ഓക്കെ, അപ്പ് ഇൻ ദ സ്കൈ ആകാശിന് മുകളിൽ പറക്കാണ്. സോ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് എന്താ കാണിക്കുന്നത് നോക്കാം. ജിൽ ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. അങ്ങനെ അവർ കളിച്ച് രസിക്കുകയാണ്. റിൽ ഫ്ലൈസ് എവേ. അതിനിടയിൽ റിൽസ് എന്ത് ചെയ്തു? റിൽ എന്ത് ചെയ്തു? ഫ്ലൈസ് എവേ, കുറച്ച് ദൂരെ പറന്നു പോയി. ഓക്കെ, വിൽ റിൽ കം ബാക്ക്? റില്ല് വരൂലേ, തിരിച്ചു വരൂലേ? അതാണ് ചോദിക്കുന്നത്. സോ നോക്കാം. ജിൽ ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. ജിൽ ഡിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. പ്ലേ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റി കളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. റിൽ ഫ്ലൈസ് എവേ. അതിൽ റിൽ എന്ത് ചെയ്തു? ഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുക. ഫ്ലൈയിൻ്റെ എന്താണ്? ഫ്ലൈയിൻ്റെ അതേ വേർഡാണ് ഫ്ലൈസ്. എവേ, എവേ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ. ഓക്കെ. ഓ, അതിൽ നമ്മളെ റീൽസിന് എന്തോ പറ്റിയിട്ടുണ്ട്. വേദനയുടെ ശബ്ദമാണ് ഔ എന്ന് നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സോ അത് മനസ്സിലാക്കുക. സോ അതിൻ്റെ വീണത് ഒരു പെയിൻറ്റ് ബോക്സിലേക്കാണ്. സോ ആ പെയിൻറ്റിൻ്റെ കളർ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഡ്, ചുവപ്പ് നിറം. ഓക്കെ. സോ റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ് പോയി. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. റിൽ എന്ത് ചെയ്തു? വീണ് പോയി. ഇൻ ടു എ ടിൻ. എ ടിൻ കണ്ടെയ്നിങ് പെയിൻറ്റ് അല്ലേ, ഒരു റെഡ് പെയിൻ്റ് ഉള്ള ഒരു ടിന്നിലേക്ക് വീണ് പോവാണ്. ദർ ഈസ് എ റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അതിൽ റെഡ് പെയിൻറ്റ് ഉണ്ട്. സോ കൂടെ വായിക്കാം. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അപ്പം റിൽ ഫാൾസ് ഇൻ ടു എ ടിൻ. ദർ ഈസ് റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അർത്ഥം പറയാം. റിൽ വീണ് പോയി. ഫാൾസ് എന്ന് പറഞ്ഞാൽ വീണ് പോവുക. ഇൻ ടു ഇതിലേക്ക് എന്ന് പറയില്ലേ. അപ്പം ഇൻ ടു എ ടിൻ, ഒരു ടിന്നിലേക്ക് വീണ് പോവാണ്. ദർ ഈസ് എ റെഡ് പെയിൻറ്റ് ഇൻ ഇറ്റ്. അതിലെന്തുണ്ട്? ഒരു റെഡ് കളർ പെയിൻ്റ് ഉള്ള കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടിന്നാണ്. ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ? റില്ലിന് ആ ടിന്നിൽ നിന്നും പുറത്ത് വരാൻ കഴിയുമോ? നിങ്ങൾ പറയും. നെക്സ്റ്റ്. അപ്പം നമ്മുടെ റില്ലിൻ്റെ നിറമാകെ മാറിയില്ലേ. പച്ച തത്തപ്പം ചുവപ്പ് തത്തായിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. റിൽ വാസ് ഗ്രീൻ, നൗ ഹീ ഈസ് റെഡ്, ഹീ വാക്സ് ഹോം. അപ്പം എന്താണ്? റിൽ എന്തായിരുന്നു? പച്ച കളറിലായിരുന്നു. നൗ when he fall into the tin, he becomes into a red one. ഒരു റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ഹി വാക്സ് ഹോം. അവൻ വീട്ടിലേക്ക് നടന്നു. സോ കൂടെ വായിക്കുക. റിൽ വാസ് ഗ്രീൻ. റിൽ വാസ് ഗ്രീൻ. റില്ല് ഗ്രീൻ കളറിലായിരുന്നു. നൗ ഹീ ഈസ് റെഡ്. ഇപ്പോൾ അവൻ റെഡിലാണ്, കളറിലാണ്. ഹീ വാക്സ് ഹോം. അവൻ വീട്ടിലേക്ക് നടന്നു. നൗ ഹീ ഈസ് റെഡ്. നൗ ഹീ ഈസ് റെഡ്. ഹീ വാക്സ് ഹോം. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, ഹോം എന്ന് പറഞ്ഞാൽ വീട്. ഹീ വാക്സ് ഹോം. ഹീ വാക്സ് ഹോം. വാട്ട് വിൽ ജിൽ ആൻഡ് ഡിൽ സേയ്സ്? അപ്പോൾ എന്തായിരിക്കും ജില്ലും ഡില്ലും പറയുക? നോക്കാം. റിൽ കംസ് ബാക്ക്. റിൽ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. റിൽ കംസ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. റിൽ കംസ് ബാക്ക്. റിൽ കംസ് ബാക്ക്. ഹൂ ആർ യു? ഹൂ ആർ യു? അപ്പം എന്താണ്? നമ്മുടെ കൂടെയുള്ള ഡില്ലും ജില്ലൊക്കെ ചോദിക്കാണ്. ഹൂ ആർ യു? നീ ആരാണ്? ഐ ആം റിൽ. ഞാൻ റില്ലാണ്. നോ, റിൽ ഈസ് ഗ്രീൻ. റില്ല് പച്ച കളറിലാണ് ഉള്ളത്. സോ കൂടെ വായിക്കുക. ഹൂ ആർ യു? ആരാണ് നീ? ഹൂ ആർ യു? ഹൂ ആർ യു? ഐ ആം റിൽ. ഐ ആം റിൽ. ഞാൻ റില്ലാണ്. നോ, റിൽ ഈസ് ഗ്രീൻ. നോ, റിൽ ഈസ് ഗ്രീൻ.
അപ്പോൾ പറയാണ് റിൽ എന്താണ് നമ്മുടെ റില്ലൊക്കെ ഗ്രീൻ കളറാണ്. വാട്ട് വിൽ റിൽ ഡു നൗ? അപ്പോൾ റിൽ എന്താ ചെയ്യുക? സോ നമ്മുടെ 3 തത്തന്മാരും ഉണ്ട്. അതിൽ എന്താണ് റില്ല് നമ്മുടെ കൂടെ ഉള്ളതല്ല എന്ന് അവർക്ക് മനസ്സിലാവണ്ടേ അല്ലേ? ചുവപ്പ് കളറിലായപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് അവർക്ക് തോന്നി. നെക്സ്റ്റ് നോക്കാം, റിൽ ഈസ് സാഡ്. അപ്പോൾ നോക്കുക, നമ്മുടെ റില്ലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, നല്ല സാഡാണ് അല്ലേ? റിൽ ഈസ് സാഡ്. ഹീ വാക്സ് എവേ. റില്ലിന് സാഡ് ഹാപ്പീൻ്റെ ഓപ്പോസിറ്റാണ്. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, സാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം. ഹീ വാക്സ് എവേ. അവൻ എന്ത് ചെയ്തു? കുറച്ച് വാക്സ് എവേ പറഞ്ഞാൽ ദൂരത്തേക്ക് നടന്നുപോയി. അങ്ങനെ നടന്നുപോയി. ഹീ വാക്സ് എവേ. ഹീ വാക്സ് എവേ. വേർ വിൽ റിൽ ഗോ? അങ്ങനെ ദൂരത്തേക്ക് നടന്നു പോകുന്നു എന്നല്ലാതെ അവൻ എവിടേക്കാ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. വേർ വിൽ റിൽ ഗോ? അവൻ എവിടേക്കാണ് ഇനി പോവുക? നോക്കാം. കം, ഇറ്റ് ഈസ് റെയിനിങ്. ഓ, വരൂ. എന്താണ്? മഴ പെയ്യുന്നുണ്ട്. കം, ഇറ്റ് ഈസ് റെയിനിങ്. കം, വരുക. ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ റില്ലിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന റെഡ് പെയിൻറ് കളറെല്ലാം ഒലിച്ചുപോയി മഴത്ത്. അങ്ങനെ അവർക്ക് റില്ലിന് മനസ്സിലാകാണ്, ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സ്റ്റാർട്ടഡ് എന്താണ്? ആരംഭിക്കുന്നു. റെയിനിങ്. അപ്പം മഴ എന്താണ്? തുടങ്ങുന്നു. സ്റ്റാർട്ടഡ് തുടങ്ങുന്നു, ആരംഭിക്കുന്നു എന്ന് പറയും. റെയിനിങ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ദെൻ വാട്ട് വിൽ ഹാപ്പൺ നൗ? ഇനി എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൺ നൗ? നോക്കാം. റിൽ മൈ ഡിയർ. അപ്പം നമ്മുടെ പോപ്പി പാരറ്റിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് തൻ്റെ എന്താണ് മകനാണെന്നല്ലേ. റിൽ മൈ ഡിയർ. ഓ റില്ലേ, എൻ്റെ പ്രിയപ്പെട്ട റില്ലേ. റിൽ മൈ ഡിയർ. മൈ ഡിയർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട. റിൽ മൈ ഡിയർ. റിൽ മൈ ഡിയർ. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഹുറേ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ, നമ്മൾ എന്ന് പറയില്ലേ അതേപോലെ, എന്ന് പറയില്ലേ അതേപോലെയാണ് ഇവിടെ ഹുറേ. ഓക്കെ. ഐ ആം ഗ്രീൻ അഗെയിൻ. ഞാൻ വീണ്ടും പച്ചയായി. ഐ ആം ഗ്രീൻ അഗെയിൻ. വീണ്ടും. അഗെയിൻ പറഞ്ഞാൽ വീണ്ടും. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. നൗ റിൽ ഈസ് ഗ്രീൻ. നൗ റിൽ ഈസ് ഗ്രീൻ. ഓൾ ആർ ഹാപ്പി. നൗ ഇപ്പോൾ റിൽ ഈസ് ഗ്രീൻ. റില്ല് ഗ്രീനായി. ഓൾ ആർ ഹാപ്പി. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ആർ ഹാപ്പി എല്ലാവരും സന്തോഷമാരായിട്ടാണ് ഉള്ളത്. ഹാപ്പീൻ്റെ ഓപ്പോസിറ്റ് സാഡ്. ഇതാണ് നമ്മുടെ പാഠം. ദെൻ നെക്സ്റ്റ് നോക്കാം. ക്യാൻ യു റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ്? നിങ്ങളോട് ഇവിടെ ചില പെട്ടികൾ, നമ്മുടെ ഹണി ബീസ് പിടിച്ചിട്ടുള്ള ചില പെട്ടികളിൽ എന്തില്ല, ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല വേർഡ്സ് വെച്ചിട്ട്. അപ്പോൾ ബാക്കി ഫില്ല് ചെയ്യാനുള്ളത് ഈ ബോക്സിൽ ഉണ്ട്. സോ ഈ ബോക്സിൽ നിന്നും ഇല്ലാത്തത് നമ്മൾ ഈ ബോക്സിലേക്ക്, സ്പേസ് ഉള്ള ബോക്സിലേക്ക് എഴുതണം. സോ എന്തൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട് നോക്കാം. എഗെയിൻ, പാരറ്റ്, ഫ്ലൈ, നെക്സ്റ്റ്, ഫ്രണ്ട്സ്, ഓപ്പൺ, ഗ്രീൻ. സോ പാരറ്റ് ഉണ്ടോ? യെസ്, പാരറ്റ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടോ? യെസ്, ഫ്രണ്ട്സ് ഉണ്ട്. ലോങ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലോങ് എന്ന് ഫില്ല് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ഓപ്പൺ. യെസ്, ഓപ്പൺ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഉണ്ടോ? യെസ്, നെക്സ്റ്റും ഉണ്ട്. ദെൻ യെസ്, ഫ്ലൈ ഉണ്ടോ? യെസ്, ഫ്ലൈ ഉണ്ട്. സ്കൈ ഉണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമ്മളിവിടെ സ്കൈ ഫിൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, പെയിൻറ്റ് ഉണ്ടോ? ഇല്ല. സോ പെയിൻറ്റ് ഫിൽ ചെയ്യുക. എഗെയിൻ ഉണ്ടോ? യെസ്, എഗെയിൻ ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ. യെസ്, ഗ്രീന് ഇവിടെ ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഫില്ല് ചെയ്ത് വിടുക. സോ ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വർക്ക് വിട്ടു തരാണ്. ആൻസർ എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റിലേക്ക് എഴുതിയെടുക്കുക. സോ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഹണി ഡ്രോപ്പ്, റീഡ് ആൻഡ് റിജോയ്സ്. ഇതെല്ലാ യൂണിറ്റിനുള്ളതാണ്. സോ നോക്കാം. ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. സോ എന്താണത് ഉദ്ദേശിക്കുന്നത്? എ ജംഗിൾ റൈഡ്. അപ്പം
ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവിടെ കാണിക്കുക. നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടെ അടിയിൽ എന്തോ എഴുതിയിട്ട് നമുക്ക് നോക്കാം. എ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. ഒരു ബിയർ, എ ബിയർ ഒരു കരടി, ഈസ് വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻ ദ ജംഗിൾ കാട്ടിലൂടെ. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഒന്നുകൂടി ഞാൻ വായിക്കുന്നുണ്ട്. എ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. എ ബിയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. നെക്സ്റ്റ് നോക്കാം. അപ്പം നമ്മുടെ ബിയർ എന്തോ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? സോ നമ്മുടെ ഫോക്സ് എന്തോ മറുപടി പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. നോ എന്ന് പറഞ്ഞാൽ അറിയുക, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. സോ നോക്കാം. ഇറ്റ് ഈസ് എ കാർ. ഇറ്റ് ഈസ് എ കാർ. അപ്പം നമ്മുടെ എലിഫൻ്റ് എന്തോ ഒരു മറുപടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കാർ. ദാറ്റ്സ് എ കാർ. എന്താണ്? അതൊരു കാറാണ്. അപ്പം എന്താ നോക്കാം അടുത്ത്. ഇറ്റ് ഹാസ് നോ വീൽസ്, നോ ലൈറ്റ്സ്, നോ ഹോൺ, ദെൻ ഹൂ വിൽ റിപ്പയർ ദ കാർ? സോ എന്താണ്? ഇറ്റ് ഹാസ് നോ വീൽസ്. അതിന് ചക്രങ്ങളില്ല. നോ ലൈറ്റ്സ്, ലൈറ്റുകളില്ല. നോ ഹോൺ, ഹോണ് പോലും ഇല്ല. ഹൂ വിൽ റിപ്പയർ ദ കാർ? ആരാണ് കാറിനെ റിപ്പയർ ചെയ്യുക? അതായത് ഫിക്സ് ചെയ്യാന്നാണ് ഉദ്ദേശം. സോ വായിക്കുക. ഇറ്റ് ഹാസ് നോ വീൽസ്. ഇറ്റ് ഹാസ് നോ വീൽസ്. അതിന് ഒരു ചക്രങ്ങളും ഇല്ല. നോ ലൈറ്റ്സ്, ലൈറ്റ് ഇല്ല. നോ ലൈറ്റ്സ്. നോ ഹോൺ, ഹോണ് ഇല്ല. ഹൂ വിൽ റിപ്പയർ ദ കാർ? ഹൂ വിൽ റിപ്പയർ ദ കാർ? ഹൂ വിൽ റിപ്പയർ ദ കാർ? ആര് കാറ് നന്നാക്കും? റിപ്പയർ പറഞ്ഞാൽ ഫിക്സ് ചെയ്യുക, നന്നാക്കുക. അപ്പം നമ്മുടെ മങ്കി എന്താണ് എന്തോ ചോദിച്ചറിയുന്നുണ്ട്. ക്യാൻ യു റിപ്പയർ ദ കാർ? സോ നമ്മുടെ എലിഫൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മങ്കിയോട് ചോദിക്കുകയാണ്, ക്യാൻ യു റിപ്പയർ ദ കാർ? ഇവിടെ മങ്കീസ് വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കാണാം. സോ നമ്മുടെ മങ്കിനോട് നമ്മുടെ എലിഫൻ്റ് ചോദിക്കുകയാണ്, ക്യാൻ യു റിപ്പയർ ദ കാർ? ക്യാൻ യു റിപ്പയർ ദ കാർ? ക്യാൻ യു റിപ്പയർ ദ കാർ? നിനക്ക് കാറ് നന്നാക്കാൻ കഴിയുമോ? റിപ്പയർ, നന്നാക്കുക. ദ കാർ. യെസ് ഐ ക്യാൻ. യെസ്, എനിക്ക് കഴിയും. അപ്പം നമ്മൾ അതിന് ആവശ്യമുള്ള ടൂൾ ബോക്സ്, ഓയിലും എല്ലാമായിട്ട് നമ്മുടെ മങ്കി എന്ത് ചെയ്യാണ്? ആനയോടൊപ്പം കാറുള്ള സ്ഥലത്തേക്ക് പോവാണ്. യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ. ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കഴിയും. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം. ദ കാർ ഈസ് റെഡി. അങ്ങനെ കാറ് നന്നാക്കും. നമ്മുടെ മങ്കി കാറ് നന്നാക്കും. സോ ദ കാർ ഈസ് റെഡി. ദ കാർ ഈസ് റെഡി. കാറ് റെഡിയാണ്. അപ്പം നെക്സ്റ്റ് എന്താണ്? നോ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ? ഐ വിൽ, ബട്ട് വേർ ഇസ് ദ പെയിൻറ്റ്? അപ്പം എന്താണ് നമ്മുടെ കരടി പറയുന്നത്? ബിയർ പറയാണ്, നോ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ? നോ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ? അപ്പം എന്താണ്? ഹൂ വിൽ, ആരായിരിക്കും? പെയിൻറ്റ്, പെയിൻറ്റ് ചെയ്യുക, നിറം നൽകുക. ദ കാർ, കാറിന്. അപ്പം നമ്മുടെ എലിഫൻ്റ് പറയാണ്, ഐ വിൽ, ഐ ഷാൾ. എന്താണ്? ഞാൻ ചെയ്യാം. ഐ വിൽ, ബട്ട് വേർ ഇസ് ദ പെയിൻറ്റ്? അപ്പം നമ്മുടെ ഫോക്സ് ചോദിക്കുകയാണ്, വേർ ഇസ് ദ പെയിൻറ്റ്? ഓ, അതൊക്കെ ഓക്കെ, ബട്ട് വേർ ഇസ് ദ പെയിൻറ്റ്? എവിടെയാണ് നമ്മുടെ പെയിൻറ്റ് ഉള്ളത്? ഹിയർ ഈസ് ദ പെയിൻറ്റ്. അപ്പം അങ്ങനെ നമ്മുടെ പാരറ്റ് വന്നിട്ട് കൊടുക്കുകയാണ്, ഹിയർ ഈസ് ദ പെയിൻറ്റ്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെയിൻറ്റ്. ഹിയർ, ഇതാ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് എന്നർത്ഥമാണ്. ഈസ് ദ പെയിൻറ്റ്. പെയിൻറ്റ്. ഓക്കെ, അപ്പോൾ കൂടെ വായിക്കാം. ഹിയർ ഈസ് ദ പെയിൻറ്റ്. ഹിയർ ഈസ് ദ പെയിൻറ്റ്. സോ അടുത്ത നോക്കാം. യു പെയിൻറ്റ് വെൽ. ഹു താങ്ക് യു. അപ്പോൾ എന്താണ്? നമ്മുടെ ബിയർ കോംപ്ലിമെൻറ്റ് ചെയ്യാണ്. എന്താണ്? യു പെയിൻറ്റ് വെൽ. നീ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഹു താങ്ക് യു. അപ്പം നമ്മുടെ എലിഫൻ്റ് എന്ത് ചെയ്യാണ്? താങ്ക് യു പറയാണ്. ഓക്കെ, സോ എൻ്റെ കൂടെ വായിക്കാം. യു പെയിൻറ്റ് വെൽ. യു പെയിൻറ്റ് വെൽ. നിനക്ക് നന്നായിട്ട് നിറം നൽകാൻ അറിയാം. ഓ താങ്ക് യു. ഓക്കെ, സോ സ്റ്റാർട്ട് ദ കാർ. അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയായി.
സോ നമ്മുടെ ബിയർ പറയാണ് ബിയർ അല്ല നമ്മുടെ ഫോക്സ് പറയാണ് സ്റ്റാർട്ട് ദ കാർ. കാർ സ്റ്റാർട്ട് ചെയ്തിക്കോ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്നാ തുടങ്ങിക്കോ. കം ലെറ്റ്സ് ഗോ. അപ്പോൾ ഓന് മങ്കി എന്ത് ചെയ്യാണ്, എല്ലാവരെയും വിളിക്കുകയാണ്, കം ലെറ്റ്സ് ഗോ. സോ വായിക്കുക, സ്റ്റാർട്ട് ദ കാർ. സ്റ്റാർട്ട് ദ കാർ. കം വരിക, ലെറ്റ്സ് ഗോ നമുക്ക് പോകാം. കം ലെറ്റ്സ് ഗോ. കം ലെറ്റ്സ് ഗോ. സോ നമ്മുടെ എലിഫൻറ്റ് പറയാണ്, മീ ടു ഞാനുണ്ട്. ഹൂ സെഡ് ദാറ്റ്? കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. സോ ഇതാണ് നമ്മുടെ കഥ, പിക്ചറൈസ്ഡ് ആയിട്ടുള്ള കഥ. സോ ഹൂ സേസ് ദാറ്റ്? കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. ആര് പറഞ്ഞു എന്ന് നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഹിയർ ഈസ് ദ പെയിൻറ്റ്. ആരാണ് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ തത്തമ്മയാണ് പറഞ്ഞത് അല്ലേ. പാരറ്റ് ടോൾഡ് ഇറ്റ്. ദെൻ നെക്സ്റ്റ്, ക്യാൻ യു റിപ്പയർ ദ കാർ? ക്യാൻ യു റിപ്പയർ ദ കാർ? ആരാ ചോദിച്ചിട്ടുള്ളത്? യെസ്, നമ്മുടെ എലിഫൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മങ്കിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട്, ക്യാൻ യു റിപ്പയർ ദ കാർ? ആൻഡ് യു പെയിൻറ്റ് വെൽ. നീ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യെസ്, നമ്മുടെ കരടിയാണ് അങ്ങനെ പറഞ്ഞത്. യെസ്, യു പെയിൻറ്റ് വെൽ. ദ കാർ ഈസ് റെഡി. അതാരാ പറഞ്ഞത്? ദ കാർ ഈസ് റെഡി എന്ന്. അത് നിങ്ങൾ മാച്ച് ചെയ്യുക. വേർ ഈസ് ദ പെയിൻറ്റ്? വേർ ഈസ് ദ പെയിൻറ്റ് എന്ന് പറഞ്ഞ ആൾ ഫോക്സ് ആണ്. സോ ദ കാർ ഈസ് റെഡി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ മങ്കിയാണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചേഴ്സും ഡയലോഗുമായിട്ട് കണക്ട് ചെയ്യാം. ദ നെക്സ്റ്റ് യൂണിറ്റ് 3 ആണ്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഫുള്ള് യൂണിറ്റ് 2 അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തതെങ്കിലും ഈ ക്ലാസ്സിൽ നമ്മളതെല്ലാം ഒരൊറ്റ സെറ്റായിട്ടാണ് എടുക്കുന്നത്. സോ നിങ്ങൾ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. സോ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ദെൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. സോ ആ ഒരു നിലക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അൺടിൽ നൗ ബൈ.